അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര മുതുമല ടൈഗർ റിസർവിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കണ്ടോ, റോഡ് സൈഡിൽ തന്നെ ഒരു ആന നിൽക്കുന്നത് എലിഫൻറ്റ് ക്യാമ്പിൽ ആനയാണ് കേട്ടോ. ആദ്യമായിട്ട് മുതുമലയ്ക്കൊക്കെ പോകുന്നവർ കാണുമ്പോൾ കാട്ടാനയാണെന്ന് വിചാരിക്കും, പക്ഷേ ഇത് എലിഫൻറ്റ് ക്യാമ്പിൽ ആനയാണ്. ആദ്യം എലിഫൻറ്റ് ക്യാമ്പിൽ ആനയല്ല കാട്ടാനയാണെന്നാണ് വിചാരിച്ചത്. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അത് എലിഫൻറ്റ് ക്യാമ്പിൽ ആനയാണ്. കഴുത്തിൽ എന്തോ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ മഴയത്ത് ആൾ പുല്ലൊക്കെ തിന്നങ്ങനെ നടക്കുവാണ്. ഈ മുതുമല, ബന്ദിപ്പൂര്, മസനഗുഡി ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഈ മാനുകളെയാണ് കേട്ടോ. അവസാനം കണ്ട് നമുക്കിതൊക്കെ എന്ത് എന്നുള്ള ഒരു അവസ്ഥയാവും. പിന്നെ നമുക്ക് അടുത്ത ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഹനുമാൻ ലങ്കൂറാണ്. എല്ലാവരുടെയും ഓരോ കുഞ്ഞു വീതമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് മാറി. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഫോറസ്റ്റ് റൂട്ടിലൊന്നാണ് ഈ ഒരു മുതുമല ടൈഗർ റിസർവിലേക്കുള്ള റോഡ്. ഒരുപാട് ആനിമൽ സൈറ്റിംഗ് ഒക്കെ കിട്ടുന്ന ഒരു റൂട്ടും കൂടിയാണിത്. മയിലും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആൺമയിലും പെൺമയിലും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട്. രണ്ടുപേരും കൊത്തിപ്പെറുക്കി തിന്നൊക്കെ നടക്കുവാണ്. മൈസൂർ ഊട്ടി നാഷണൽ ഹൈവേയിലാണ് മുതുമല ടൈഗർ റിസർവ് ഉള്ളത്. അത് തെപ്പക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗുഡലൂരിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ വരും. എറണാകുളത്ത് നിന്നാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മൾ തൃശ്ശൂർ, പട്ടാമ്പി, പെരിന്തൽമണ്ണ, നിലമ്പൂർ കഴിഞ്ഞ് നാടുകാണി ചുരം കയറി ഗൂഡല്ലൂർ എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ മുതുമല ടൈഗർ റിസർവിലേക്ക് പോകുന്നത്. എറണാകുളത്ത് നിന്നൊക്കെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഈ ഒരു റൂട്ടായിരിക്കും എപ്പോഴും നല്ലത്. ഊട്ടി, മൈസൂർ, കൊടൈക്കനാൽ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഹൈവേ ഈ മുതുമല ടൈഗർ റിസർവിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് നമുക്ക് ഇ പാസ് ആവശ്യമാണ്. അപ്പം നമ്മൾ നാടുകാണി ചുരം കഴിഞ്ഞ് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെക്കിംഗ് ഉണ്ട്. അവിടെ നമ്മുടെ ഇ പാസ് എടുത്തതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം വേണം കയറി പോകാനായിട്ട്. മുതുമല ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവുന്നത് രാവിലെ 6 മണിക്കും ക്ലോസ് ചെയ്യുന്നത് രാത്രി 8:30ക്കും 9 മണിക്കും ഇടയ്ക്കാണ്. 9 മണിക്ക് എന്തായാലും ഉറപ്പായിട്ടും ക്ലോസ് ചെയ്യും. അപ്പം നമ്മൾ ട്രക്കിംഗ് ഷെഡാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് കുറച്ച് ദൂരമുണ്ട് തെപ്പക്കാട് റിസപ്ഷൻ സെൻറ്ററിൽ നിന്നും. അപ്പോൾ നമ്മൾ വൈകിട്ടത്തെ ലാസ്റ്റത്തെ സഫാരി എടുത്തതിന് ശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പതുക്കെ ട്രക്കിംഗ് ഷെഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് രാത്രിയിൽ ആനിമൽസൊക്കെ റോഡ് സൈഡിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതുവഴി യാത്ര ചെയ്യുവാണെങ്കിൽ നമുക്ക് രാത്രിയിലും ആനിമൽസിനെയൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് നമ്മളിങ്ങനെ പതുക്കെ വന്നപ്പോഴേക്കുമാണ് ഇതാണ്ട് ഒരു കൂട്ടം മാൻ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ അവർ റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങ് പോകാം, അവർ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അവർ ക്രോസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 2 സൈഡിൽ നിന്നും ബൈക്ക് വന്നിട്ട് അവർക്ക് പോകാൻ പറ്റാതായി. 2 കൂട്ടവും ആയിപ്പോയവർ. അപ്പോൾ ഇവർ ഇവിടെ തന്നെയുള്ള ആളുകളാണെന്ന് തോന്നുന്നു. അവരൊക്കെ ഇത് ഡെയിലി കാണുന്നതാണല്ലോ. നമ്മളെന്തായാലും ബാക്കിയുള്ളവരും കൂടെ ക്രോസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ വണ്ടി ഓടിച്ച് പോയത്. കാട്ടിലെന്തായാലും അവർക്കാണ് മുൻഗണന. അപ്പോൾ അവർ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നു, അത്രയേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും ആനിമൽസ് ഇതുപോലെ ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് സ്പീഡ് കുറച്ച് വേണം നമ്മൾ കാട്ടിലൂടെ പോകാനായിട്ട്. ഇതാണ് തെപ്പക്കാടുള്ള സഫാരി സെൻറ്റർ. ഇവിടെയാണ് നമ്മൾ സഫാരിക്കുള്ള ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സഫാരിക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടാണ് ബസ്സിൽ കയറി പോകുന്നത്. ഇവിടുന്ന് ബസ് സഫാരിയും ജീപ്പ് സഫാരിയും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ മുതുമല ടൈഗർ റിസർവിലേക്ക് വരുമ്പോൾ ഫോറസ്റ്റിൻ്റെ സ്റ്റേ ആണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് ഈ ഒരു റിസപ്ഷൻ സെൻറ്ററിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ജീപ്പിനാണെങ്കിൽ 5500 രൂപയാവും, ഗൈഡിൻ്റെ ചാർജ് ഉൾപ്പെടെ. നമ്മൾ ബസ് സഫാരിയാണ് എടുക്കുന്നത്. അത്യാവശ്യം നല്ല മഴയുള്ളൊരു സമയത്താണ് നമ്മൾ ഈ ഒരു സഫാരിക്ക് പോയത്. നമ്മൾ ജീപ്പ് സഫാരി എടുത്തില്ല, കാരണം നമുക്ക് ആ ഒരു ജീപ്പിൽ പോയി കഴിഞ്ഞാൽ മൊത്തം നനഞ്ഞ് മൊത്തം നമുക്ക് വീഡിയോ എടുക്കാനേ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് നമ്മൾ ബസ് സഫാരിയാണ് ചൂസ് ചെയ്തത്. അങ്ങനെ നമ്മുടെ മുതുമല ടൈഗർ റിസർവിൽ നിന്നുള്ള സഫാരി സ്റ്റാർട്ട് ചെയ്തു.
റോഡ് സൈഡിൽ പ്രത്യേകിച്ച് ആനിമൽ സൈറ്റിംഗ് ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു വിഷ്വൽസൊക്കെ കുറച്ചേ പകർത്തിയിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ കാട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ആദ്യത്തെ സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ആനയാണ്. ആനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ബസ്സിനകത്ത് ഭയങ്കര ഒച്ചയും ബഹളമായിരുന്നു. നമ്മുടെ ഡ്രൈവർ ഒരുപാട് തവണ ഒച്ച വെച്ചിട്ടാണ് മൊത്തത്തിലൊന്നും മിണ്ടാതിരുന്നത് ആളുകൾ. കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഓടിപ്പോവാണ്. ഏതായാലും വണ്ടിയുടെ നേർക്കല്ല, അത് കാടിനുള്ളിലേക്കാണ് പോയത്. സൈലൻ്റായിട്ട് ഇരിക്കുമെന്ന് നമ്മളും ബസ് ഡ്രൈവറും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ആരും ഒന്നും കേൾക്കുന്നില്ല. എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് ഓരോ മൃഗത്തിനെയും കാണുമ്പോൾ അലറി വിളിക്കുന്നത്. നമുക്ക് ആനിമൽ സൈറ്റിംഗ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മളിതുപോലെ ബസ് സഫാരി ഒരിക്കലും ബുക്ക് ചെയ്യരുത്. ഒരു ജീപ്പ് സഫാരി എടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ ചാർജ് കൂടുതലാണെങ്കിലും ബസ് സഫാരിക്ക് പകരം ജീപ്പ് സഫാരി ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്ത നമ്മുടെ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു മയിലാണ്. മയിലൊക്കെ ഒരുപാടുണ്ടാകത്തും പുറത്തുമൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. നമ്മുടെ ഒരു സഫാരി ബുക്ക് ചെയ്യുമ്പോൾ അത് രാവിലത്തെയും വൈകിട്ട് ഏറ്റവും അവസാനത്തെയും സഫാരി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് അനിമൽ സൈറ്റിംഗ് ഒക്കെ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു യാത്രയിൽ അടുത്ത സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഇന്ത്യൻ ഗൗറാണ്. ഒരെണ്ണേ ഉള്ളൂ. ആളൊറ്റയ്ക്കാണ് പുല്ലൊക്കെ തിന്ന് നടക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിപ്പമുള്ള ഒരു ഇന്ത്യൻ വൈൽഡ് ഗൗറാണിത്. മുതുമല ടൈഗർ റിസർവിലേക്കുള്ള സഫാരിക്കുള്ള ടിക്കറ്റ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് എടുക്കാവുന്നതാണ്. മുതുമല ടൈഗർ റിസർവ് .org എന്ന വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്.
നമ്മുടെ ഈ ഒരു സഫാരിയിലെ അടുത്തൊരു സൈറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു വൈൽഡ് ഡോഗാണ്. ഒരു മാനിനെയൊക്കെ ഇവർ പിടിച്ചു കഴിഞ്ഞാൽ ജീവനോടെ തന്നെ അതിനെ ഭക്ഷിക്കും. പുലികൾക്കൊക്കെ ഏറ്റവും പേടിയുള്ള ഒരു മൃഗമാണ് കേട്ടോ വൈൽഡ് ഡോഗ്. അവർ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളെയൊക്കെ അവരെ പേടിപ്പിച്ചോടിച്ച് കൈക്കലാക്കാനൊക്കെ മിടുക്കനാണ് ഈ ഒരു വൈൽഡ് ഡോഗ്. ഇവരുടെ വാസസ്ഥലം മണ്ണിലെ പൊത്തുകളോ ഗുഹകളോ ഒക്കെ ആയിരിക്കും. ബസ് സഫാരിക്ക് ഒരാൾക്ക് വരുന്ന ചാർജ് 350 രൂപയാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഹാഫ് ടിക്കറ്റും 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഫുൾ ടിക്കറ്റും എടുക്കേണ്ടതാണ്. പിന്നെ നമുക്കൊരു റെഡ് മംഗൂസിനെ കാണാൻ കഴിഞ്ഞു ഈ ഒരു സഫാരിയിൽ. ഒന്നര മണിക്കൂറുള്ള സഫാരിയാണ് മുതുമലയിൽ ബസ്സാണെങ്കിലും ജീപ്പാണെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കാട്ടിലെ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം വാട്ടർ ബോഡീസ് ഇതുപോലെ കാട്ടിലെ പല പല സ്ഥലത്തായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മുതുമല എലിഫൻറ്റ് ക്യാമ്പിലെ ഒരു ആനയാണ്. ഈ ഒരു പരിസരത്തൊക്കെ ആയിട്ട് തന്നെയാണ് ഇവരെ തളച്ചിട്ടിരിക്കുന്നത്. ഈ ഒരു സഫാരി സെൻറ്ററിൻ്റെ അടുത്ത് തന്നെയാണ് എലിഫൻറ്റ് ക്യാമ്പ് ഉള്ളത്. അപ്പോൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ രാവിലെ ആണെങ്കിൽ ആനകളെ കുളിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാം. അതുപോലെ നമുക്ക് അവരുടെ ഫീഡിങ് ടൈമിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ആഹാരം കൊടുക്കുന്നതൊക്കെ കാണാം. ഇതാണ് മോയാർ നദി. ഇവിടെയാണ് എലിഫൻറ്റ് ക്യാമ്പിലെ ആനകളെ രാവിലെയും വൈകിട്ടും കുളിപ്പിക്കുന്നത്. ഈ ഒരു നദിയിൽ മുതലയുടെ സാന്നിധ്യമുള്ളതിനാൽ ഇവിടെ ഇറങ്ങിയാൽ 1000 രൂപ പിഴ ഈടാക്കുമെന്ന് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ബൊമ്മി എന്ന ആനക്കുട്ടി. ഈ ഒരു ആനക്കുട്ടിയുടെ ജീവിതകഥയാണ് 2023 ഓസ്കാർ അവാർഡ് നേടിയ ദ എലിഫൻറ്റ് വിസ്പേഴ്സ് എന്ന ഡോക്യുമെൻ്ററിക്ക് ആധാരമായിട്ടുള്ളത്. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് സ്റ്റേ തന്നെയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു റിസപ്ഷൻ സെൻറ്ററിൽ നിന്നും ഒരു 7 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു സ്റ്റേ വരുന്നത്. ട്രക്കിംഗ് ഷെഡ് എന്ന് പറയുന്നത് നമുക്ക് ആ സമയത്ത് മറ്റൊരു സ്റ്റേയും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിത് ബുക്ക് ചെയ്തത്. നമുക്കറിയില്ലായിരുന്നു ഇത് ഇത്രയും വലിയൊരു ഇതാവുമെന്ന്. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മുടെ സ്റ്റേയുടെ ഉള്ളിലേക്ക് വളരെ നീറ്റാണ്. പക്ഷേ സംഭവം എന്താ, നമ്മുടെ സ്റ്റേയുടെ ഉള്ളിൽ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ കൂട് വച്ചിരിക്കുന്ന 2 കിളികളാണ് കേട്ടോ ഇത്. രാത്രിയിലൊക്കെ വെളുപ്പിനെയൊക്കെ നല്ല കളകളനാദമൊക്കെ കേട്ട് കിടക്കാൻ പറ്റി നമുക്ക്.
നമ്മുടെ സ്റ്റേയുടെ തൊട്ടടുത്ത് തന്നെയാണ് ടൗൺ. അപ്പോൾ നമുക്ക് ബസ് സ്റ്റോപ്പും ഉണ്ട് ഇവിടെ. നമുക്ക് ഫുഡൊക്കെ കഴിക്കുന്നതിന് കുറച്ച് മാറിയാൽ നമുക്ക് നല്ല ഫുഡൊക്കെ കിട്ടും. ഈ ഒരു സ്റ്റേയുടെ കൂടെ നമുക്ക് ഫുഡൊന്നും കിട്ടില്ല. നമ്മൾ വേണമെങ്കിൽ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയി കഴിക്കണം. ടോയ്ലറ്റ് നല്ല നീറ്റാണ്, പക്ഷേ അതിന് ലോക്കില്ല. അതുപോലെ റൂമിന് മുകളിൽ ഇതുപോലൊരു ഇടമുണ്ട്, ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ റൂമിനുള്ളിലേക്ക് വെള്ളം വീഴും. നമ്മൾ ചെന്ന സമയത്തൊക്കെ നിറച്ചും വെള്ളം കിടപ്പുണ്ടായിരുന്നു. നമ്മൾ ചെന്ന് ഈ റൂമിൻ്റെയും ഈ ഒരു ടോയ്ലറ്റിൻ്റെയും കാര്യമൊക്കെ ചെന്ന് പറഞ്ഞു. അപൂർവമായിട്ട് മാത്രം മഴ പെയ്യുന്നതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതെന്നാണ് പറഞ്ഞത്. ഫോറസ്റ്റിൻ്റെ മറ്റൊരു സ്റ്റേയും കിട്ടിയില്ലെങ്കിൽ മാത്രം തെപ്പക്കാടുള്ള ഈ ഒരു ട്രക്കിംഗ് ഷെഡ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒരു ലൈക്ക് ഇടാനും മറക്കരുത്.